നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാനുമ്മേ, ആ മോളെ എന്താ ഇവിടെ നിക്കുന്നേ? ഞാനേ ആ വിനയനെ കാത്തു നിൽക്കാം മോളെ. ഓ, അവൻ ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. വിനയനെ വിളിച്ചു നോക്കണം ഭാനുമ്മേ. ആ ഇന്ദ്രേട്ടാ, അതേ വന്നു വിനയൻ. ആരൊക്കെ ഇത്? പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി ഫ്രീ ആയോ രണ്ടാളും? പ്രശ്നങ്ങളൊന്നും ഇല്ല വിനയ. മനസ്സൊന്ന് നേരെയായിട്ട് ചീരുവിനും കുഞ്ഞിനെ വന്ന് കാണാന്ന് വിചാരിച്ച. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞ സുശീലാന്റി ജയിലിൽ കിടക്കുന്ന ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്ന് വെച്ച് കുറ്റവാളിയെ സംരക്ഷിച്ച് അനുവിനെ പോലൊരു നിരപരാധിയെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നീ ചെയ്തത് തന്നെയാ ശരി. വിനയന്റെ സഹായം കൊണ്ടാ അനുവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ വിളിച്ചൊരു നന്ദി വാക്ക് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അതൊന്നും കുഴപ്പമില്ല എന്താ. നിന്നെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ സഹായിച്ചതുപോലെ എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ 1,00,000 രൂപ തന്ന് സത്യൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിൽ തലയുയർത്തി പിടിച്ച് നിൽക്കുന്നത്. അതൊക്കെ എനിക്കറിയാം വിനയ. നിനക്ക് ക്യാഷ് തന്ന കാര്യം സത്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനു ഇപ്പൊ ജയിലിൽ പോവാതെ എന്റെ കൂടെ നിൽക്കുന്നത് നിന്റെ ആത്മാർത്ഥമായ സഹായം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് ഇനിയും എന്തെങ്കിലും ആവശ്യം വന്നാ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. മതി യന്ത്ര, ഈ ഒരു വാക്ക് കേട്ടാ മതി എനിക്ക്. കുറെ കാലമായി വിനയൻ എല്ലാവർക്കും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനായിരുന്നു. തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒക്കെ എന്റെ ഒരു ഗതികേടിന്റെ പുറത്ത് ചെയ്തു പോയതാ. ഇപ്പൊ എന്റെ ഉള്ളിലും കുറച്ച് നന്മയുണ്ടെന്ന് തെളിയിക്കാൻ ഓരോരോ അവസരങ്ങൾ ദൈവമായിട്ട് എനിക്ക് തരുന്നുണ്ട്. അതിന്റെ പച്ചയിലാ വിനയനും ഇപ്പൊ പിടിച്ചേക്കുന്നത്. ദൈവം തരുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയ എല്ലാം ശരിയാവും വിനയ. താൻ പാതി ദൈവം പാതി എന്നല്ലേ? അതെ, ദൈവത്തെ മുറുകെ പിടിച്ച് ഉള്ളിലെ പിശാചിനെ എന്നേക്കുമായി തൂത്തെറിയണം. അങ്ങനെയാണെങ്കിൽ വിനയനേക്കാൾ നല്ല മനുഷ്യർ വേറെ കാണില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് വന്നതാണോ അതോ വീട്ടിലേക്ക് തിരിച്ചു പോവാണോ? ഇന്നലെ നൈറ്റ് ഞാനും ഭാനുമ്മയും ഉണ്ടായിരുന്നു ഇവിടെ. ഭാനുമ്മ ഒന്ന് അനുവിന്റെ വീട്ടിലാക്കണം. എന്നിട്ട് എനിക്ക് വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വീണ്ടും വരും വേണം. എന്നാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലു മക്കളെ. മാഷൻ രഘു അവിടെ ഉണ്ട്. ആ പോയിട്ടോ. എന്നാ ശരി, പോവാ ഇന്ദ്രേട്ടാ. വിനയ, കാണാം. ശരി ഭാനുമ്മേ. അല്ല, നീ ഇതെങ്ങോട്ടാ പോയത് വിനയ? അത് ഞാൻ പിന്നെ ആ മാഡത്തിന് ഈ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ആ വാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ. അല്ല, ആരാ അവര്? ആ ബാനു വന്നേ, അതൊക്കെ പറയാം. വാ, നടക്ക്. അപ്പൊ ഓക്കെ, ഡിസ്ചാർജിന്റെ കാര്യം നാളെ പറയാം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റും. ശരി ഡോക്ടർ. പിന്നെ 2-3 മാസമെങ്കിലും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ചെയ്യണം. ചെയ്യാം ഡോക്ടർ. എങ്കിലേ കുഞ്ഞിന് പഴയതുപോലെ നടക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ശേഷി തിരികെ കിട്ടുള്ളൂ. ഡോക്ടർ പറയുന്ന പോലെ എല്ലാം ചെയ്തോളാം. ഇനിയിപ്പോ അതിന് എത്ര ചെലവ് വന്നാലും പ്രശ്നമില്ല. ശരി, നല്ല രീതിയിൽ നടക്കുന്ന തെറാപ്പി സെന്ററുകളുണ്ട്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാം. ശരി ഡോക്ടർ. മോളെ, എല്ലാം ഓക്കെ ആവും കേട്ടോ. മിടിക്കുകയാണല്ലോ. ഡോക്ടർ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? അതൊക്കെ റെഡിയാവും. രഘുവേട്ടൻ, ബാക്കിയൊക്കെ ഡിസ്ചാർജ് സമയത്ത് ഞാൻ പറയാം. ഓക്കെ ഡോക്ടർ. ശരി ഡോക്ടർ, ഒരു കാര്യം കൂടി. രഘു നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു. അതെ, ഡോക്ടറോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോവാം. നമുക്ക് നോക്കാം. സ്പീച്ച് തെറാപ്പി വർക്ക് ചെയ്യുമല്ലോ. അതൊക്കെ റെഡിയാകും. ഇത് റൂം നമ്പർ 19 ആണല്ലോ. അല്ല, ചീരുവിന്റെ റൂം നമ്പർ 19 ആയിരുന്നോ? അല്ലെന്ന് തോന്നുന്നു. ചിലപ്പോ അച്ഛനോട് പറയാൻ മാറിപ്പോയതാണെങ്കിലോ. എന്തായാലും രഘുവേട്ടൻ ഇവിടെ നിന്നല്ലേ ഇറങ്ങിപ്പോയേ. നമുക്ക് നോക്കാം. വാ. അയ്യോ സോറി, ഞങ്ങൾക്ക് റൂം മാറിപ്പോയെന്നാ തോന്നുന്നു. അല്ല, പിന്നെ രഘു എന്തിനാ ഇവിടെ വന്നേ? അല്ല, ഞങ്ങള് രഘുവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന കണ്ടു. അപ്പം അനിയത്തി കിടക്കുന്ന റൂം ഇതാണെന്ന് കരുതി ഇങ്ങോട്ട് കയറിയതാ.
അല്ല രഘുവേട്ടനെ എങ്ങനെയാ